എല്ലാവർക്കും സ്വാഗതം. ഹരി രോഹിത്തിനെ വിളിച്ച് ശരണ്യയുടെ കാര്യം പറയാണ് കേട്ടോ. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, നീ വിളിച്ചാൽ അവൾ വരുമോ എന്ന്. അപ്പോൾ ഹരി പറയും, ഏതെങ്കിലും ഒരു പെണ്ണ് എല്ലാം സമ്മതിച്ചുകൊണ്ട് നമ്മൾ വിളിക്കുമ്പോൾ വരില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കള്ളം പറയേണ്ടി വരും എന്നാണ് കേട്ടോ ഹരി പറയുന്നത്. അപ്പോൾ എന്താ നിൻ്റെ പ്ലാൻ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ അതൊക്കെ വൈകുന്നേരം പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരിനോട് രോഹിത് ചോദിക്കുന്നുണ്ടായിരുന്നു അലീനയ്ക്ക് കൊടുത്ത സാധനമാണെന്ന്. അപ്പോൾ അതും അതിനേക്കാളും കുറച്ചും കൂടെ ഡോസ് കൂടിയ സാധനം കൂടി ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് വൈകുന്നേരത്തെ മീറ്റിങ്ങിൽ പറയാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഹരി ശരണ്യയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് സൂം ചെയ്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രനാണെങ്കിലും ബബിതയോട് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങോട്ടേക്കാന്ന് ബബിത ചോദിക്കുമ്പോൾ വെറുതെ ഒരു ഔട്ടിങ്, എന്താ വരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് എപ്പോഴാണ് നമ്മൾ തിരിച്ചു വരുന്നതെന്നൊക്കെ ബബിത ബാലേന്ദ്രനോട് ചോദിക്കുമ്പോൾ ഇന്നെ തിരിച്ചു വരും, എന്താ പോരെയെന്ന് ചോദിക്കുന്നുണ്ട്. മതി, കാറിലല്ലേ പോകുന്നതെന്ന് ചോദിക്കും കേട്ടോ ബബിത. അതേന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ബബിത അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ കാറ് അങ്ങനെ ഇറക്കുമ്പോഴേക്കും നീ അങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രന് അങ്ങ് പോകാൻ നിൽക്കുമ്പോൾ കൃഷ്ണമോള് വന്ന് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്ക് അച്ഛാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിതേനെ കൊണ്ടൊരു ഷോപ്പിങ്ങിന് പോവാണെന്ന് പറയും. അപ്പോൾ എന്നെ എന്താ അച്ഛാ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാത്തതെന്ന് പറയുമ്പോൾ ഇത് അങ്ങനത്തെ ഷോപ്പിംഗ് അല്ലടി, അവൾ അലീനയുടെ ഡ്രസ്സെല്ലാം ഇങ്ങനെ കേടാക്കിയല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് അവളെ കൊണ്ട് തന്നെ ഒരു 2-3 ചുരിദാർ എടുപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു, അതിനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊരു പണിഷ്മെൻറ്റ് ഷോപ്പിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർക്കൗട്ട് ആവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാമെന്നേ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾക്കും നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്ന കാര്യമാണല്ലോ, അതുകൊണ്ടായിരിക്കാം. പിന്നീട് ഹരിയും ശരണ്യയും കൂടെ ഏതൊരു കൂൾ ബാറിൽ എവിടെ ഇരിക്കുകയാണ് കേട്ടോ. ജ്യൂസ് എന്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരി ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യം എന്തായിന്ന്. അപ്പോൾ ശരണ്യയ്ക്ക് ഓർമ്മയില്ല കേട്ടോ. എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിനക്ക് എന്താടി അൽഷിമേഴ്സോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരണ്യ ചോദിക്കും, അത് ഒരുപാട് ദൂരെയല്ലേ എന്ന്. ദൂരെയൊന്നുമല്ല, ഇവിടുന്ന് ഒരു അരമണിക്കൂറുള്ള യാത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോൾ തിരിച്ചു വരുമെന്നൊക്കെ ശരണ്യ ചോദിക്കുന്ന സമയത്ത് ഹരി പറയുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് രാവിലെ പോവാം, ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ നരേൻ്റെ അമ്മയും പെങ്ങളും എല്ലാവരുള്ള വീടാണ്, പിന്നെ എന്താ പേടിക്കാനെന്നൊക്കെയാണ് കേട്ടോ ശരണ്യനോട് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ നിൻ്റെ കൂടെ വരാം, 4:30 മുന്നേ എന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഹരിയാണെങ്കിലും അത് ഞാൻ ഏറ്റു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരിക്കും അത് സന്തോഷമാവുന്നുണ്ട്, ശരണ്യ വരാമെന്നൊക്കെ സമ്മതിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് ശരണ്യനെ. അത് കഴിഞ്ഞ് ബാലേന്ദ്രനും ബബിതയും പുറത്ത് പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ബബിതേനോട് പറയുന്നുണ്ടായിരുന്നു, നീ തന്നെ അത് അലീനയ്ക്ക് കൊണ്ടു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അലീനയുടെ ഡ്രസ്സെല്ലാം കട്ട് ചെയ്തിട്ടപ്പോൾ നിനക്ക് എന്താ തോന്നിയിരുന്നതെന്ന്. അപ്പോൾ അലീനയോട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് കൊടുക്കുന്നതോടുകൂടി ആ ദേഷ്യം എല്ലാം മാറണം, അതുകൊണ്ടാണ് നിന്നെക്കൊണ്ട് തന്നെ ഞാൻ ഈ ഡ്രസ്സ് എടുപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്ന സമയത്ത് ബബിത പറയുന്നുണ്ടായിരുന്നു, ഈ ഡ്രസ്സ് ഞാൻ അവൾക്ക് കൊടുത്താലും എനിക്ക് അവളോടുള്ള ദേഷ്യമൊന്നും മാറില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെയൊക്കെ ഓർത്താണ് ഞാൻ ഈ കുടുംബ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നെ എല്ലാത്തിനെയും അടിച്ചിറക്കി വീടും പൂട്ടി എങ്ങോട്ടെങ്കിലും പോയേനെ എന്ന് പറയുന്നുണ്ട്. ഞാൻ അടിച്ച് താഴെ എടുത്തുനിന്ന് എങ്ങനെയൊക്കെ എണീക്കാൻ നോക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ അമ്മയ്ക്ക് പഠിക്കാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ വല്ലതും കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചാൽ ഞാനുണ്ട് നോക്കാൻ, നിനക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും നോക്കിയിടി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് കയറി പോകും കേട്ടോ. മര്യാദയ്ക്ക് ജീവിച്ചോണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കയറി പോകും. അപ്പോൾ അലീനയാണെങ്കിലും അവിടെ നിന്നിട്ട് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ബബിതയാണെങ്കിലും അലീനയെ നോക്കുന്നൊന്നുമില്ല കേട്ടോ. അലീന കൃഷ്ണയെ വിളിച്ചിട്ട് അങ്ങ് പോകും കേട്ടോ. എന്നിട്ട് അലീനയാണെങ്കിലും ഇതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളെ വിളിച്ചിട്ട് കൃഷ്ണമോള് അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ദേഷ്യമുണ്ട് ബബിതയ്ക്ക്. അപ്പോൾ ബബിത ചെന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്നെ എത്ര സമയമായിടി പോത്തേ ഞാൻ വിളിക്കുന്നതെന്ന്. അപ്പോൾ പോത്തേന്ന് വിളിക്കല്ലേ, ഞാനൊരു പെണ്ണല്ലേ, അതുകൊണ്ട് ഞാൻ എരുമയുടെ അനിയത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് ഓരോന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള്. അപ്പോൾ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രസ്സെല്ലാം അലീനയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കൃഷ്ണമോൾക്കാണെന്നാണ് കൃഷ്ണമോൾ വിചാരിച്ചത്. അപ്പോൾ ഇത് എനിക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, നിനക്കൊക്കെ ആര് ഡ്രസ്സ് വാങ്ങിച്ചു തരാനാടീന്ന്. അപ്പോൾ കൃഷ്ണമോൾ പറയുകയും ചെയ്യും, അല്ലെങ്കിലും ചേച്ചിക്ക് ആരോടും സ്നേഹം ഇതൊന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ വെറുതെ ചോദിച്ചാന്ന് പറയട്ടെ. എന്നിട്ട് അത് അലീനയ്ക്ക് കൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. വേണമെങ്കിൽ 1-2 നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അത് കൃഷ്ണമോളുടെ കയ്യിലങ്ങ് കൊടുത്ത് പോകും കേട്ടോ. പിന്നീട് ബാലേന്ദ്രൻ ഫോൺ വിളിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അലീന ചായയോ കോഫിയോ എന്തോ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കൊടുത്തിട്ട് അങ്ങ് പോകാനായിട്ട് നിൽക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ സെലക്ഷൻ അല്ലേ എന്ന് ചോദിക്കും അലീന. അപ്പോൾ അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ബബിതയല്ലേ നിനക്ക് ആ ഡ്രസ്സ് കൊണ്ട് തന്നേന്ന് ചോദിക്കുമ്പോൾ അല്ല, എനിക്ക് കൃഷ്ണമോള കൊണ്ട് തന്നേന്ന് പറയട്ടെ. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞതാണല്ലോ പ്രത്യേകം നീ തന്നെ അത് കൊടുക്കണമെന്ന്, എന്നിട്ട് ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ദേഷ്യം വന്നേ. പലിനെ പറയുന്നുണ്ടായിരുന്നു, അതൊന്നും സാരമില്ല, എത്ര പെട്ടെന്ന് അച്ഛൻ അവളെ കൊണ്ട് അങ്ങ് ഡ്രസ്സ് വാങ്ങിപ്പിച്ച് എനിക്ക് തരണ്ടായിരുന്നു, അത് അവൾക്ക് എന്നോടുള്ള ദേഷ്യം കൂട്ടല്ലേ ചെയ്യുള്ളൂ, ഇനിയിപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ അവളുടെ പോക്കുവരവ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന്. അപ്പോൾ ബാലേന്ദ്രനൊന്നും മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ പോക്കുവരവോ എന്നിങ്ങനെ
എടുത്ത് ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അതെ അവൾ കോളേജിലേക്ക് പോകുന്നതും അവൾ കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ എത്തുന്നുണ്ടോയെന്നോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അച്ഛൻ ഇങ്ങനെ ടെൻഷനാവൊന്നും വേണ്ട, ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അലീന അവിടുന്ന് പോകും ട്ടോ. ബാലേന്ദ്രനാണെങ്കിലും അത് കേൾക്കുമ്പോൾ ആകെ ടെൻഷനാവുന്നുണ്ട്. പിന്നെ രോഹിത് ഹരീൻ്റെ വീട്ടിലേക്ക് ചെന്നതാണ് കേട്ടോ. അപ്പോൾ രോഹിത് അവിടെ ബൈക്ക് നിർത്തുമ്പോൾ തന്നെ ഹരി മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഹരി പറയും, ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടില്ല, നീ ഇങ്ങ് കയറി പോരെ എൻ്റെ റൂമിലേക്ക് എന്ന്. അപ്പോൾ വീട്ടിൽ ആരും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രോഹിത്. അപ്പോൾ വീട്ടിൽ അവിടെ അമ്മ എവിടെയെങ്കിലുമൊക്കെ കാണും, നീ ഇങ്ങോട്ട് കയറി പോരെന്ന് പറയും. അങ്ങനെ രോഹിത് നേരെ ഹരിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവർ ശരണ്യനെ ചീറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. രോഹിത് ചോദിക്കുന്നുണ്ടായിരുന്നു ഹരിനോട് ശരണ്യ വരാമെന്ന് സമ്മതിച്ചോ എന്ന്. അപ്പോൾ ഹരി പറയും, അവൾ വരാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, ഇനി അതിൻ്റെ ഇടയിൽ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നാൽ മതി എന്ന് പറയും കേട്ടോ. എന്നിട്ട് എന്താ നിൻ്റെ പ്ലാന്, അലീനയ്ക്ക് കൊടുത്ത സാധനം തന്നെയാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു ചെറിയ മിക്സും കൂടെ എന്ന് പറയും കേട്ടോ. അതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ അവൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ, ഒന്നും അവൾക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, കെട്ടി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലാവില്ലേ നീ അവളെ തേച്ചതാണെന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിട്ട് കളയുന്നില്ലല്ലോ, അവളെ കൂടെ നിർത്തല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ കാര്യം കഴിയുമ്പോൾ പാലത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി തള്ളുന്നല്ലോ, ഇനിയും പിന്നെയും ഞാൻ അവളെ കൂടെ നിർത്തി സപ്പോർട്ട് ചെയ്യും, അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും, ഗോൾഡ് വാങ്ങിച്ചു കൊടുക്കും, പൈസ കൊടുക്കും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നു. അവൾ നീ പറയുന്ന പോലെ അനുസരിച്ചാൽ കൊള്ളാം, എതിർത്താൽ വിട്ടേക്കണം എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഹരി പറയുന്നുണ്ടായിരുന്നു, ഏതായാലും ഞങ്ങൾ രണ്ടുപേരും സംഭവ സ്ഥലത്ത് അവിടെ എത്തും, എന്നിട്ട് അവിടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് പയ്യന്മാർ ഞങ്ങളെ വളയും, അവിടെയുള്ള സദാചാര പോലീസാണ്, എല്ലായിടത്തും അങ്ങനെ കുറച്ചെണ്ണം കാണുമല്ലോ, അപ്പോൾ അങ്ങനെ ഉള്ളവർ ഇവിടുന്ന് വരും എന്നിങ്ങനെ രോഹിത് ചോദിക്കുമ്പോൾ, അത് നമ്മുടെ കൂട്ടത്തിലുള്ള പയ്യന്മാർ തന്നെയായിരിക്കും, നീയും അതിൽ കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങളെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനൊക്കെ അങ്ങ് തുടങ്ങണം, ഇങ്ങനെ പോലീസിൽ അറിയിക്കും, വീട്ടുകാരെ അറിയിക്കും എന്നൊക്കെ അങ്ങ് പറയും. അപ്പോൾ ഞാനും അവളും കൂടെ നിങ്ങളുടെ കാല് പിടിച്ച് കരയും, എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരു ഇതിൽ ഒരു തീരുമാനത്തിലെത്തും, ആർക്കും ഒരു കുഴപ്പമില്ലാതെ, അതാവുമ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോവും എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വർക്കൗട്ട് ആവുമോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. പിന്നീട് അവൾക്ക് നീ തേച്ചതാണെന്ന് മനസ്സിലായാലോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എന്തായാലും ഞാനല്ലേ അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത്, ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം എന്നാണ് കേട്ടോ ഹരി പറയുന്നത്. പിന്നീട് രോഹിത്തിനാണെങ്കിലും എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഹരി പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ടില്ല, നിനക്കും കൂടെ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നീട് അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ബാലേന്ദ്രനും കൃഷ്ണമോളും ബബിതയും എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, രോഹിയേട്ടനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല കേട്ടോ, എന്നും ഇങ്ങനെ വൈകിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് എന്ന് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അവൻ ടർഫിൽ കളിക്കാൻ പോവല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഒന്ന് ടർഫിൽ പോയി നോക്കണം, രോഹിയേട്ടൻ അവിടെ പോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ നോക്കി നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനേ സമയം കാണുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, നീ വെറുതെ ഓരോന്നിങ്ങനെ പറയാതെ, രോഹിയേട്ടൻ ടർഫിലേക്ക് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക, നീ രോഹിയേട്ടൻ്റെ പിറകെ പോയി നോക്കിയിട്ടൊന്നുമില്ലല്ലോ എന്നിങ്ങനെ കൃഷ്ണമോൾ പറയുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പറയുന്നതാണോ ഇപ്പോൾ കുറ്റം, അപ്പോൾ ചേച്ചിയും കണ്ടതല്ലേ അന്ന് രോഹിയേട്ടൻ എങ്ങനെ കുടിച്ചിട്ട് വന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ നിങ്ങളാരും എന്നോട് ഇത് പറയാതിരുന്നത് എന്ന്. അപ്പോൾ ബബിത പറയും, ഒരു ദിവസമല്ലേ, അല്ലാതെ രോഹിയേട്ടൻ കുടിയനൊന്നല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ കുടിയൻ എന്നുള്ളത് കൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്നും ലിക്കർ കഴിക്കുന്ന ആളെയാണ് കുടിയൻ എന്ന് പറയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഒരു ഉത്തരവാദിത്തം ഇല്ലേ എന്നൊക്കെ ചോദിച്ച് നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്, രോഹിത് വരുമ്പോൾ രോഹിത്തിനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ പലപ്പോഴും കുടിച്ചിട്ടാണ് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന്. അത് കഴിഞ്ഞ് രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ബാലേന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ കൃത്യമായിട്ട് അധ്യാപകരുടെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നീ നല്ല നിലയിലെത്തും, കൂട്ടുകാരുടെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നീ തെണ്ടി തിരിഞ്ഞ് നടക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്താൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ നിന്നെ ജയിലിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചത്.